وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت وعلى آل إبراهيم إنك حميد مجيد. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലിയാഖത്ത് അലിയുടെ കളവ് പിടിക്കുക എന്നുള്ളതാണ്. പൊതുവെ ഇയാൾ പറയുന്നത് ഒരുപാട് കളവുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ഒരു പ്ലേ ലിസ്റ്റിലാക്കിയിട്ട് തന്നെ 22 കളവുകൾ ഒരു പ്ലേ ലിസ്റ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരുപാട് വിമർശനങ്ങൾക്കും അവഹേളനങ്ങളുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. കളവുകളും അതിൽ തന്നെ ഉൾപ്പെടും. പക്ഷേ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില കളവുകൾ മാത്രം ഓരോരോ കളവുകളായിട്ടുള്ള വീഡിയോസിന്റെ സെക്ഷൻ ആയിട്ട് നമ്മൾ വേറൊരു പ്ലേലിസ്റ്റിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് അത് കാണാം. അതുപോലെ തന്നെ ബദറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ ഇച്ചിറയുമായി ബന്ധപ്പെട്ട പ്രവാചക ചരിത്രമായിട്ടുള്ള വിഷയം, ഇതിലൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരു 3 ക്ലിപ്പുകൾ കേൾപ്പിക്കാനുണ്ട്. അത് ഓരോന്നായി കേൾപ്പിച്ചിട്ട് ഇയാൾ പറഞ്ഞ എന്താണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നതാണ്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇയാളെ കുറച്ച് ദിവസം മുമ്പ് തന്നെ എന്നായിട്ട് കോള് നടത്തിയിരുന്നു. അതിന് മുമ്പ് ഇയാള് നടത്തിയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോളായിരുന്നു. ആ കോളിൽ അയാൾ പറയുന്നത്, ഞാൻ അവിടെ ആ വിഷയത്തിൽ ആ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ ഒരു വാക്ക് ആളുകൾ എടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനെന്നുള്ളതാണ്. പക്ഷെ എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി ഇയാള് തന്നെ പറഞ്ഞ ആ വീഡിയോ അത് ഞാൻ മുഴുവനായിട്ട് കണ്ടു. രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് 7 മണിക്കൂറോളം ഇവിടുന്ന് യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 സ്പീഡിലിട്ടിട്ട് 1.5ന്റെ സ്പീഡിലിട്ടിട്ട് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിൽ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്തു, ഇയാള് വിളിച്ചപ്പോൾ അയാൾ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്തു, ഒരു സമയം കണ്ടെത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിച്ചു. പക്ഷെ അതിലും ഇയാൾ പറയുന്ന വാദം ആ ഭാഗത്ത് ഇല്ല എന്നുള്ളത് അതാണ്. അപ്പൊ ഇയാള് അത് മാത്രമല്ല, എന്നോട് മാത്രമല്ല, അയാൾ പൊതുവെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ അങ്ങനെ ഉള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെ എന്നുള്ള രീതിയിലാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇയാൾ എന്നെ അയച്ച് സംസാരിച്ച ആ വീഡിയോ ആദ്യം ഒന്ന് കേൾക്കാം. അതിനുശേഷം അയാൾ അതേ കളവ് തന്നെ വേറൊരാളോട് പറയുന്നുണ്ട്. പിന്നീട് ഇയാള് തന്നെ ഈ വിഷയം ആ പരിപാടിയിൽ പറഞ്ഞ ഭാഗവും ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ എങ്ങനെയാണ് കളവ് പറയുന്നത് എന്നുള്ളത്. പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ, പറയാത്തൊരു കാര്യം അത് അവിടെ എപ്പോഴും നിങ്ങളുടെ ഇതിൽ ലഭ്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഞാനുമായി ചേർന്ന കോളിൽ അയാൾ പറഞ്ഞ കാര്യം. എതിരെയുള്ള അക്രമം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉന്തും തള്ളും, പ്രതിരോധവും ഉപരോധവും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു എന്നും യാസീൻ ഓതി മണ്ണ് വാരി കണ്ണിലെറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്നൊക്കെ പുസ്തകത്തിൽ കഥയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മനസ്സിലായോ? തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മക്ക ഖുറൈശികൾ ഒന്നടങ്കം മുഹമ്മദിനെ വകവരുത്തണം എന്ന് പദ്ധതിയിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല. ഒക്കെ പുസ്തകത്തിൽ കഥയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു എന്നും യാസീൻ ഓതി മണ്ണ് വാരി കണ്ണിലെറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്നൊക്കെ പുസ്തകത്തിൽ കഥയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മനസ്സിലായോ? തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മക്ക ഖുറൈശികൾ ഒന്നടങ്കം മുഹമ്മദിനെ വകവരുത്തണം എന്ന് പദ്ധതിയിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല. ഇതിലിപ്പോ നിങ്ങൾ കേട്ടല്ലോ, പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ വീട് വളഞ്ഞു എന്നും അങ്ങനെ അതിനുശേഷം പ്രവാചകൻ എന്ത് ചെയ്തു, യാസീൻ ഓതി മണ്ണ് വാരി എറിഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നൊക്കെ ആ കഥകളൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. പക്ഷെ ഇതേ സംഭവം തന്നെ വേറൊരാളോട് പറയുന്നുണ്ട്. അതും കേൾക്കുന്ന ഒരു കാര്യത്തിലേക്ക് കിടക്കാൻ ന്യായങ്ങൾ, അതായത് പൊട്ടിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വാക്കിൽ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ഞാൻ പറയുന്നുണ്ട് ആളുകൾ കൊല്ലാൻ കൂടിയെന്നും വീട് വളഞ്ഞു എന്നും അതിനുശേഷം ഒരു പിടി മണ്ണ് വാരി കണ്ണിലെറിഞ്ഞ് യാസീൻ ഓതിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു എന്നും കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സെന്റൻസ് പറയുന്നത്. അപ്പൊ ഇതിൽ ഇയാൾ എടുത്തു പറയുന്ന 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം. ഇതിൽ 2 കാര്യം ഇയാൾ പറയുന്നില്ല എന്നുള്ളതിന് അയാളുടെ തന്നെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്നാമത് പ്രവാചകനെ അവിടെ കൊല്ലാൻ ശ്രമിച്ചു എന്നും, അതേപോലെ തന്നെ അവിടെ വീട് വളഞ്ഞു എന്നും, അതേപോലെ തന്നെ അവിടെ യാസീൻ ഓതി കണ്ണിൽ മണ്ണ് വാരിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നും ഒക്കെ എല്ലാ കഥകളും ഞാൻ പറഞ്ഞിട്ട് അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് ചരിത്രത്തിൽ തെളിവില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ചരിത്രത്തിൽ ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് നമുക്ക് ഇയാള് തന്നെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് നിർത്താം.
ഇതുവരെ ഞാൻ പറഞ്ഞ ഏത് കാര്യത്തിനും ഞാൻ തെളിവ് തരും. ഏത് കാര്യത്തിന്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിന് തെളിവില്ല. ലിയാഖത്ത് നുണ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു നുണ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ആ ഒരു നുണയല്ല, ഒരുപാട് നുണകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് എന്തെങ്കിലും തെളിവായിട്ട് നിങ്ങൾ വരണം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്ത് കാണിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇതിലേക്ക് ബാക്കി ഇയാളുടെ പ്രസംഗം ഒന്ന് കേൾക്കാം. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. 3 കാര്യങ്ങൾ അയാൾ പറഞ്ഞു. ഒന്ന്, പ്രവാചകനെ അവരെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രവാചകനെ അവിടെ ആളുകൾ വളഞ്ഞു, വീട് വളഞ്ഞു എന്നും പിന്നീട് മണ്ണ് വാരിയിട്ട് പ്രവാചകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ആണ്. അങ്ങനെ ഒരു കഥ ഉണ്ട്, പക്ഷെ അങ്ങനെ കഥകളൊക്കെ ഉണ്ട്, പക്ഷെ അത് ചരിത്രത്തിൽ തെളിവല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ 3 കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കാം. ഞാൻ സ്പീഡാക്കിയിട്ടില്ല. ഇത് അദ്ദേഹം അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നതാണ്. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതും ഒരു പിടി മണ്ണ് വാരി യാസീൻ ഓതി കണ്ണിലെറിഞ്ഞു, ആളുകളുടെ കാഴ്ച ദൈവം മറച്ചു എന്നൊക്കെ കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിന് 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല. അപ്പൊ അങ്ങനെ ഒന്നുകൂടി കേട്ടോ. മുഹമ്മദ് പ്ലാൻ ചെയ്ത് അദ്ദേഹം അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നതാണ്. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതും ഒരു പിടി മണ്ണ് വാരി യാസീൻ ഓതി. ഇതിലിപ്പോ ആകെ പറഞ്ഞെന്താ? പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി, ഒരു പിടി മണ്ണ് വാരി യാസീൻ ഓതി എന്ന് മാത്രം. അതായത് 3 കാര്യങ്ങൾ പറഞ്ഞതിൽ 2 കാര്യങ്ങൾ മാത്രം ഇതിൽ പറഞ്ഞിട്ടുള്ള ആള്. കണ്ണിലെറിഞ്ഞു, ആളുകളുടെ കാഴ്ച ദൈവം മറച്ചു എന്നൊക്കെ കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിന് 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ സംഘടിതമായി മുഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനമെടുത്തതിന് ചരിത്രത്തിൽ തെളിവില്ല. അപ്പൊ അങ്ങനെ ഒന്നുകൂടി മറ്റേതൊന്ന് കേട്ടോ. എന്താ പറയാ, ന്യായങ്ങൾ അതായത് പൊട്ടിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വാക്കിൽ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ഞാൻ പറയുന്നുണ്ട് ആളുകൾ കൊല്ലാൻ കൂടിയെന്നും വീട് വളഞ്ഞു എന്നും അതിനുശേഷം ഒരു പിടി മണ്ണ് വാരി കണ്ണിലെറിഞ്ഞ് യാസീൻ ഓതിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു എന്നും കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സെന്റൻസ് പറയുന്നത്. അപ്പൊ എന്താ ഓക്കെ, ഇനി അത് ഒന്നുകൂടി ഇങ്ങനെ കേൾപ്പിച്ചാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഒന്നുകൂടി ആ സംഭവം തന്നെ കേട്ടോ. അദ്ദേഹം അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നതാണ്. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതും ഒരു പിടി മണ്ണ് വാരി യാസീൻ ഓതി കണ്ണിലെറിഞ്ഞു, ആളുകളുടെ കാഴ്ച ദൈവം മറച്ചു എന്നൊക്കെ കഥയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദിന് 13 കൊല്ലത്തിന് ശേഷമോ അതിനു മുൻപോ കേട്ടല്ലോ. ഇനി ഇത് കേൾക്കാം. നുണ കയ്യോടെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വേറെ എന്തൊക്കെ അല്ല പറയുന്നത്, കൃത്യമായി കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് തന്നെയാണ് പറയുന്നത്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പറഞ്ഞ 3 കാര്യത്തിൽ ഒരു കാര്യം മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 2 കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ആ കാര്യം പറഞ്ഞാൽ അവിടെ എന്താവും? അവിടെ അത് കൊളമാകും എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം സംഘടിതമായിട്ട് തന്നെയാണ് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാദം തന്നെ തെറ്റായില്ലേ? അപ്പൊ നിങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്താണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ആളുകളോട് നിങ്ങൾ പറയും ചെയ്യുക. ഇത് പറയാത്തൊരു കാര്യം നിങ്ങൾ തന്നെ പറയാണ്, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് അവർ കട്ട് ചെയ്തു. നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കൃത്യമായിട്ട് നിങ്ങൾ ആ പറഞ്ഞ ഭാഗം കൃത്യമായി കേൾപ്പിച്ചു. ഇനി നിങ്ങളാണ് കേൾപ്പിക്കേണ്ടത്. ഞാൻ അവിടെ പറഞ്ഞ ഈ വീഡിയോ, നിങ്ങൾ അവിടെ നടത്തിയ ഈ പ്രസംഗത്തിന്റെ ഈ ഭാഗത്ത് എവിടെയാണ് നിങ്ങൾ ആ ഒരു ഭാഗം പറഞ്ഞിട്ടുള്ളത്? ഞാൻ ചോദിച്ചു അയാളോട് ആ സമയം ഒന്ന് പറഞ്ഞു തരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു തന്നിട്ടില്ല. ക്ലിപ്പ് കേൾപ്പിക്കാതെ ചെയ്ത്. ക്ലിപ്പ് കേൾപ്പിച്ചാലും ഈ ഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും അതിലില്ല. അപ്പൊ പ്രവാചകൻ അവിടെ സംഘമായിട്ട് ആളുകൾ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ സീറ ഗ്രന്ഥങ്ങളിലൊക്കെ ചരിത്രമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ എവിടെ നിന്നാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്? അതേ സംഭവം തന്നെയാണ് നമ്മൾ ചരിത്രമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നും എഴുതിയ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പുറത്തുനിന്നും ഉള്ള ഗ്രന്ഥങ്ങൾ ഞങ്ങൾ കൊണ്ടുവരാം. അല്ലാതെ നിങ്ങളിത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വിമർശിക്കുകയും നമ്മൾ അതിന് ഒരു തെളിവ് കൊണ്ടുവരുമ്പോൾ അത് പുറത്തു നിന്ന് വേണമെന്ന് വാശി പിടിപ്പിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം അപഹാസ്യമാണ് എന്നല്ലാതെ വേറെ എന്താണ് പറയുക? അപ്പൊ ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞ കളവാണ്, നിങ്ങളാണ് ഇതിന് എന്ത് ചെയ്യേണ്ടത്? തെളിവ് കൊണ്ടുവരേണ്ടത്. നമ്മൾ കൃത്യമായി കേൾപ്പിച്ചു. ഇനി ആളുകൾ തീരുമാനിക്കുക, ഇതുപോലെയുള്ള കപടന്മാരെ വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇവരുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിർത്തുകയാണ്. വാഹിറ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.